ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫിസിക്കൽ സയൻസ് ആണ്. അത് നമുക്കറിയാം 10th പ്രിലിംസിൻ്റെ 2024 ഡിസംബർ 28 നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നമ്മൾ ബയോളജി പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു 10 ക്വസ്റ്റ്യനും എവിടെ നിന്നാണ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്, അതായത് ഫിസിക്സും കെമിസ്ട്രിയും വരുന്ന പോർഷനിൽ നിന്നും 10 ക്വസ്റ്റ്യനും എവിടെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ SCERT ഫാക്ട്സുകളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ SCERT നന്നായിട്ട് പഠിച്ചു പോയ ഒരാൾക്ക് ഈ സയൻസ് സെക്ഷനിൽ 20 മാർക്കും ഈസി ആയിട്ട് നേടും. വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നില്ല സയൻസിൽ നിന്ന് ചോദിച്ചിരുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. എന്താണ് ജനറേറ്ററിൽ നടക്കുന്നത്? നമുക്കറിയാം അല്ലെ, യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കിയാണ് ജനറേറ്റർ നടക്കുന്നത്. നമുക്കറിയാം കറണ്ട് പോകുമ്പോഴാണ് നമ്മൾ ജനറേറ്റർ എപ്പോഴും വർക്ക് ചെയ്യിക്കുന്നത്. അപ്പൊ എന്താണ്, വൈദ്യുതോർജ്ജമാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? യാന്ത്രികോർജത്തെയാണ് അവിടെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ആ ഫാക്ട് എന്താണ്, നമ്മുടെ ആ ഒരു ഫിഗർ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഫാനിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ എന്താണ്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത ബൾബാണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? അപ്പൊ അതിനു മുമ്പ് നമുക്ക് പഠിക്കേണ്ട ഒരു ആൻസർ ഏതാണ്? സമ്പുഷ്ട യുറേനിയം ആണ്. നോക്കാം, എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫിഷൻ ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഫിഷൻ. ഫിഷൻ എന്ന് പറയുന്നത് എന്താണ്? വലിയ ഭാരം കൂടിയ ന്യൂക്ലിയസിനെ കുഞ്ഞു കുഞ്ഞാക്കി മാറ്റുന്നു. എങ്കിൽ ഫ്യൂഷൻ എന്താണ്? ചെറിയ ചെറിയ സാധനങ്ങളെ കൂട്ടിച്ചേർത്ത് വലുതാക്കി മാറ്റുന്നു. ഫ്യൂഷൻ സോങ് എന്താണ്? ഓരോ പാട്ടിന്റെയും കുറച്ച് പോർഷൻസ് എടുത്ത് നമ്മൾ എന്താ ഒരു വലിയൊരു പാട്ടാക്കി മാറ്റും. അങ്ങനെയല്ലേ ഫ്യൂഷൻ പറയുന്നത്. അപ്പൊ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക ഭാരം എന്താണ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഫ്യൂഷൻ ആറ്റോമിക ഭാരം കുറഞ്ഞവയെ എന്ത് ചെയ്യുന്നുണ്ട്? മാസ് കൂടിയതാക്കി മാറ്റുന്നതിനാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ഫിഷൻ ആണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് എന്ന് പറയുന്നത് അതിന്റെ മാതൃ ന്യൂക്ലിയസിന്റെ മാസിനേക്കാൾ കുറവായിരിക്കും. അതായത് ഇത്തരം വിഘടനത്തിൽ ദ്രവ്യത്തിന് നഷ്ടം സംഭവിക്കുന്നു. അതായത് നമ്മളിപ്പോൾ പറയുകയാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്, വലിയൊരു ഗോളം ഉരുക്കി ചെറിയ ഗോളങ്ങളാക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇതിന്റെ വോളിയം എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന വലിയ ന്യൂക്ലിയസിനെയാണ് ചെറിയ ചെറിയ പീസാക്കി മാറ്റുന്നുണ്ട്. ഈ വലിയ ന്യൂക്ലിയസിനെ ചെറിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മാസ് എന്ന് പറയുന്നത്, ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്ന ഈ എല്ലാം കൂടി കൂട്ടുന്നതിനേക്കാൾ എന്തായിരിക്കും? ഇത് ചെറുതായിരിക്കും എല്ലാം കൂടി കൂട്ടുമ്പോൾ. കാര്യം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ദ്രവ്യനഷ്ടം സംഭവിക്കുന്നുണ്ട്. ഫിഷന്റെ ഫലമായി നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജമായിട്ടാണ് അവിടെ പരിണമിക്കുന്നത്. അപ്പൊ ഫിഷന്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്ന ദ്രവ്യം എന്താണ്? ഊർജമായിട്ട് മാറും. ഐൻസ്റ്റൈൻ്റെ ഇക്വേഷനായ E=mc² സമവാക്യം അനുസരിച്ച് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അനിയന്ത്രിത ഫിഷൻ പ്രവർത്തനമാണ് വലിയ സ്ഫോടനത്തിൽ കലാശിക്കുന്നത്. ഇതാണ് എന്ത് പറയുന്നത്? ആറ്റം ബോംബിൽ നടക്കുന്നത്. അപ്പൊ ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? അനിയന്ത്രിത ഫിഷൻ ആണ്. ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളുണ്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്നിവയാണ് അറിയപ്പെടുന്നത്. കണ്ടോ, അപ്പൊ ഈ ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ചാണ് എന്തുണ്ടാക്കുന്ന? വൈദ്യുതി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ റിയാക്ടറുകൾ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. കണ്ടോ, ഇതാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കണ്ടോ, സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ വൈദ്യുത നിലയം എന്താണ്? ഇത്തരം റിയാക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ന്യൂക്ലിയർ പ്രവർത്തന ഫലമായി മാരകമായ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. അതായത് ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം എന്ത് ചെയ്യുന്നുണ്ട്? ഉന്നത മർദ്ദത്തിലും താപനിലയിലും നീരാവിയാക്കുന്നുണ്ട്. ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ടർബൈൻ കറക്കിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. താരാപ്പൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവ എന്താണ്? പവർ സ്റ്റേഷനുകളാണ്.
ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായിട്ടും അത് പിന്നീട് യാന്ത്രികോർജ്ജമായിട്ടും പിന്നീടത് വൈദ്യുതോർജ്ജമായിട്ടും മാറുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ആറ്റോമിക ഭാരം കൂടിയ എന്താണ് ന്യൂക്ലിയസുകളെ എന്താക്കി മാറ്റുന്നു? ചെറുതാക്കി മാറ്റുന്നു. ഇവിടെ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് എന്ത്? ഫ്യൂഷൻ, കൂട്ടിച്ചേർക്കൽ അല്ലെ. ഇതിന് വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമായിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം എന്തായിട്ട് മാറുന്നുണ്ട്? ഊർജമായിട്ട് മാറുന്നുണ്ട്. ഇനി സൂര്യനിലും നക്ഷത്രങ്ങളിലും എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോംബ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആറ്റം ബോംബിൽ എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണെങ്കിൽ ഹൈഡ്രജൻ ബോംബ് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി അതിൽ പഠിക്കേണ്ടതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം പലതരം ഊർജ്ജ സ്രോതസ്സുകളുണ്ട്. അതിൽ എന്താണ്? നമുക്ക് എന്താണ്? ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളെയാണ് എന്ത് പറയുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെ. പ്രകൃതിദത്ത സ്രോതസ്സുകളായ സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ എന്നിവയെല്ലാം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. ഓക്കെ. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അതേപോലെ ഈ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകമൊക്കെ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഓക്കെ. ഇനിയാണ് ഹരിതോർജം. ഇത് ചോദിച്ചിട്ടുണ്ട്. പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് എന്ത്? ഹരിതോർജം എന്ന് പറയുന്നത്, അഥവാ ഗ്രീൻ എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജ്ജങ്ങളും ഇതിൽ പെടുന്നവയാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ ഹരിതോർജ്ജമായി പരിഗണിക്കപ്പെടുന്നു. ഇവയാണ് എന്ത് പറയുന്നത്? ക്ലീൻ എനർജി. അപ്പൊ ക്ലീൻ എനർജി അഥവാ ഗ്രീൻ എനർജി അഥവാ ഹരിതോർജ്ജത്തിന് ഉദാഹരണങ്ങളാണ് തന്നിരിക്കുന്നത്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജിക്ക് ഉദാഹരണം ഏതെന്നൊക്കെയായിരിക്കും ചോദിക്കാറുള്ളത്. അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ എന്തൊക്കെയാണ്? പെട്രോളിയം, കൽക്കരി എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജം ഒരിക്കലും എന്താണ്? അവ ആഗോളതാപനം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവയാണ് നമ്മൾ ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം ഇക്വേഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഫിസിക്സിന്റെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്താണ് ഗതികോർജത്തിന്റെ ഇക്വേഷൻ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രവേഗമാണ് ഇരട്ടിയാക്കുന്നത്. വെലോസിറ്റി എന്താക്കി മാറ്റി? 2v ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ½ m2v² എന്ന് വരും. ഓക്കെ. ഇവിടെ നമുക്കറിയാം ½ m4v² എന്ന് വരും. ഇവിടെ കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് വേണ്ടത് എന്താണ്? 4 × ½ mv² ആയിട്ട് വരും. ഓക്കെ. അപ്പൊ ഇവിടെ എത്രയായി? കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? ഇവിടെ 4 മടങ്ങായിട്ട് മാറി. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രവേഗം ഇരട്ടിയാക്കിയാൽ അല്ലെങ്കിൽ പ്രവേഗം പകുതിയാക്കിയാൽ മാസ് ഇരട്ടിയാക്കിയാൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം. കണ്ടോ, ടെക്സ്റ്റ് ബുക്കില് ഇതേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഓപ്ഷൻ ഉൾപ്പെടെ അതിനുള്ളിൽ കിടപ്പുണ്ട്. അതായത് ആ ഒരു ചാപ്റ്റർ നമ്മുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. കറക്റ്റ് ആ ഒരു ടോപ്പിക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ബന്ധം നോക്കിക്കേ, കണ്ടാ, എല്ലാ ഓപ്ഷൻ പോലും മാറ്റം ഇല്ലാണ്ട് ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് നോക്കാം. ഇവിടെ എന്തിന്റെ ബേസിലായിരിക്കും ഇവർ തന്നിരിക്കുന്നത്? കണ്ടോ, ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെ, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അതേ ക്വസ്റ്റ്യൻ വിത്ത് ഒരു ഓപ്ഷൻ ചേഞ്ച് പോലും ഇല്ല. പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം, ഇതാണ് തന്നിരിക്കുന്നത്. നോക്കാം. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ നമുക്ക് എന്താണ്? സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് എന്താകുള്ളൂ? പൂർണ്ണമാകുകയുള്ളൂ. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ട ഭൗതിക അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളെ എന്ത് പറയുന്നുണ്ട്? അദിശ അളവുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? വേഗത എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ് അല്ലെ. പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? സദിശ അളവാണ്. അപ്പൊ ദൂരം എന്താണ്? അദിശമാണ്. സ്ഥാനാന്തര സദിശമാണ്. ത്വരണം എന്താണ്? സദിശ അളവാണ്. ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇത്രയുമല്ല ഞാൻ തന്നിരിക്കുന്നത്. വേഗത ഉണ്ടായിരുന്നു, പ്രവേഗം ഉണ്ടായിരുന്നു, ത്വരണമുണ്ട്, സ്ഥാനാന്തരമുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും വരേണ്ടത്? വേഗമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. വേഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു അദിശ അളവാണ്, അദിശം. ഓക്കെ.
കണ്ടോ? അതേപോലെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. നോട്ടിക്കൽ മൈൽ എന്നത് എത്രയാണ്? 1.852 കിലോമീറ്ററിനെയാണ് നമ്മൾ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. കപ്പലുകളുടെ വിമാനങ്ങളുടെയൊക്കെ വേഗം അളക്കുന്നതിനാണ് ഈ നോട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് ഒരു നോട്ട് എന്നതെന്നാണ് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്ന് സഞ്ചരിക്കുന്ന വേഗതയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ബാരോമീറ്റർ അല്ലെ? ബാരോമീറ്ററിനെയാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ് യൂണിറ്റ് പരപ്പളവുള്ള വായുയൂപത്തിന്റെ ഭാരത്തെ അന്തരീക്ഷ മർദ്ദമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പുമുള്ള രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാർ. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ബാർ. അതേപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? നമ്മുടെ ബാരോമീറ്റർ. ഉണ്ടോ? ഇതൊക്കെ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഫാക്ട്സ് ആണ്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? പെൻ RTC അല്ലെ? നമ്മൾ എല്ലാം പഠിക്കുന്നതാണ് പെൻ RTC എന്നുള്ള ഒരു കോഡ്. എന്താണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. ഇവിടെ നോക്കിക്കേ, പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ കണ്ടെത്തി, ന്യൂട്രോണിനെ കണ്ടെത്തി. കണ്ടോ? ഈ ഒരു ഓപ്ഷൻ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്താണ്? ബന്ധപ്പെടാത്ത പ്രസ്താവനയല്ലേ വേണ്ടത്. നോക്കാം നമുക്ക്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ ആണ് എന്ത്? പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിക്കുന്നത്. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി എന്താണ്? നിർവീര്യമാണ്. ഉണ്ടോ? നെക്സ്റ്റ് നോക്കാം. ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ രശ്മികളുടെ സ്വഭാവത്തിൽ, അതായത് കാഥോഡ് ട്യൂബ് എക്സ്പെരിമെന്റ്, കാഥോഡ് രശ്മികളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ജെ തോംസൺ എന്ന് പറയുന്നത്. കണ്ടോ? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമാണ് അദ്ദേഹത്തിന് 1906 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ഇതാണ് നമ്മുടെ ജെ തോംസൺ. കണ്ടോ? ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ്. അതായത് ഇത് 9ാം ക്ലാസ്സിലെ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലാണ് വന്നിരിക്കുന്നത്. റബ്ബറിന്റെ മോണോമർ ഏതാണ് റബ്ബറിന്റെ മോണോമർ എന്ന് പറയുന്നത്? ഐസോപ്രീൻ ആണ്. ഉണ്ടോ? ഇത് നമ്മുടെ 10th ഓർഗാനിക് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ബോക്സ് ആണ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരുന്നതാണിത്. എന്താണ് PVC-യുടെ മോണോമർ ഏതാണ്? ക്ലോറോ ഇഥീൻ എന്ന് പറയും. എന്താണ്? ക്ലോറോ ഇഥീൻ. ഇതാണ് ഇവിടുത്തെ മോണോമർ. ഈ ഒരു ബോക്സ് ഒന്ന് പഠിച്ചേക്കുക. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് നമുക്ക് ചിലപ്പോൾ കിട്ടും. ക്ലോറോ ഇഥീൻ, അതായത് PVC, പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ്. ഈ വിനൈൽ ക്ലോറൈഡ് ആണ് ഇതിന്റെ മോണോമർ. അതിന്റെ മറ്റൊരു പേരാണ് എന്താ? ക്ലോറോ ഇഥീൻ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം അല്ലെ? പൈപ്പുകളൊക്കെ നിർമ്മിക്കാനാണ് PVC ഉപയോഗിക്കുന്നത്, പൈപ്പുകളുടെ നിർമ്മാണം. അടുത്തതാണ് ഈഥീൻ. ഈഥീന്റെ പോളിമർ ഏതാണ്? പോളിത്തീൻ ആണ്. എന്താണ്? പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ നിർമ്മിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? പോളിത്തീൻ ആണ്. ഐസോപ്രീൻ എന്താണ്? പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ആണ് എന്ത്? ഐസോപ്രീൻ എന്തിനാണ്? റബ്ബർ ബാൻഡ് നിർമ്മിക്കാൻ, ഫുഡ് വെയർ നിർമ്മിക്കാനൊക്കെ. അതേപോലെ വരുന്നതാണ് ടെഫ്ലോണിന്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറോ ഈഥേൻ ആണ്. ഇതാണ് മോണോമർ എന്ന് പറയുന്നത് ടെഫ്ലോണിന്റെ. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ടെഫ്ലോൺ കോട്ടിങ് നോൺ സ്റ്റിക് പാചക പാത്രങ്ങളുടെയൊക്കെ ഉൾവശമൊക്കെ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ടെഫ്ലോൺ കൊണ്ടിട്ടാണ്. റേഡിയോ ആക്ടിവത കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ബെക്കറൽ ആണ് റേഡിയോ ആക്ടിവത കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? അത് അലൂമിനിയത്തിന്റെ അയിരിനാണ്. 10ാം ക്ലാസ്സിലെ ലോഹ നിഷ്കർഷണം എന്ന ചാപ്റ്ററിൽ നമുക്ക് പറയുന്നുണ്ട് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. അത് നമുക്ക് നോക്കാം. ആണ്ടോ? അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ആണ് ഈ രീതിയിൽ സാന്ദ്രണം ചെയ്യുന്നത്. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത്
ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നവരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതിനെയാണ് നമ്മൾ മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമുക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തതാണ് അയിരുകളുടെ സാന്ദ്രണം, പിന്നെ എന്താണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, പിന്നീടാണ് ലോഹ ശുദ്ധീകരണം വരുന്നത്. ഈ അയിരുകളുടെ സാന്ദ്രണം മെയിൻ ആയിട്ട് നമുക്ക് 4 പ്രോസസ്സിലൂടെ 4 ടൈപ്പ് ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അയിരുകളുടെ സാന്ദ്രണം, ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ഗ്യാങ്. അപദ്രവ്യങ്ങളുടെ പേരാണ് എന്താ? ഗ്യാങ്. നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. ഇതനുസരിച്ച് എങ്ങനെയാണ് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ജലപ്രവാഹത്തിൽ കഴുകൽ അഥവാ ലെവിഗേഷൻ എന്ന് പറയുന്നത്. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നുണ്ട്. അതായത് അപദ്രവ്യത്തിന് സാന്ദ്രത കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്ത് സംഭവിക്കും? അത് പൊങ്ങിക്കിടക്കും. അതെന്ത് ചെയ്യും? അതങ്ങ് കഴുകിക്കളയും. അതായത് എന്താണ്? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, സ്വർണത്തിന്റെ സാന്ദ്രണം ഒക്കെ എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. നെക്സ്റ്റ് ആണ് പ്ലവന പ്രക്രിയ അഥവാ ഫ്ലോട്ടേഷൻ. എന്താണ്? നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപദ്രവ്യത്തിനാണ് സാന്ദ്രത കൂടുതലെങ്കിൽ എന്ത് സംഭവിക്കും? അയിര് സാന്ദ്രത കുറഞ്ഞതുമാണ് എങ്കിൽ ഈ പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് അയിരുകൾക്കാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത് സൾഫൈഡ് അയിരുകൾക്കാണ്. ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്? കാന്തിക വിഭജനം. അതായത് ഈ പറയുന്ന അയിരിനോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗ്യാങ്ങിനോ സ്ലാഗിനോ എന്തിനെങ്കിലും ഒന്നിന്, അയിരിനോ അപദ്രവ്യത്തിനോ എന്തിനാണെങ്കിലും ഒന്ന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ മാർഗം ഉപയോഗിക്കാം. മാഗ്നറ്റിക് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റണിനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ലീച്ചിങ്. എന്താണ്? അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? അരിച്ചു മാറ്റുന്നുണ്ട്. ഈ അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. കണ്ടോ? അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിനെയാണ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരേ മാസ് നമ്പറുമാണ്, വ്യത്യസ്ത ആറ്റോമിക നമ്പറുമാണ്. ഇത് എപ്പോഴും നമ്മുടെ PSCയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തെറ്റിച്ച് കളയരുത്. അതെന്താണ്? ഐസോബാർ ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യം ഐസോടോപ്പ് എന്താന്ന് നോക്കാം. അതായത് കണ്ടോ, പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളാണ് പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഐസോടോപ്പുകൾ ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു, എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഘനജലം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ്, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഘനജലം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ കുറച്ച് ഐസോടോപ്പുകളാണ് അയഡിൻ 131. എന്താണ്? തൈറോയ്ഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. യുറേനിയം 235 ആണവ നിലയങ്ങളിലെ ഇന്ധനം. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സ. സോഡിയം 24 വ്യവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഇത് സോഡിയം 24 എന്ന് പറയുന്നത്. അയൺ 59 അനീമിയ നിർണ്ണയിക്കാൻ. ഇതിൽ ഈ സോഡിയം 24 ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ യുറേനിയം 235 ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എങ്കിൽ ഈ ഇതൊന്ന് പഠിച്ചു വെക്കുക. വ്യവസായിക പൈപ്പ് ലൈനുകൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായി. സോഡിയം 24 അത്ര കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വെച്ചേക്കുക. അടുത്താണ് ഐസോബാർ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം. കണ്ടോ, ഇവിടെ എന്താണ് പ്രത്യേകത? ഒരേ മാസ് നമ്പർ ആണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണത്തിന് തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളായിരിക്കും. അതേപോലെ ഐസോടോണുകൾ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ വാല്യൂ കിട്ടണം. കണ്ടോ, ഇവിടെ 15ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര വരും? 8 വരും. 14ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണെങ്കിലാണ് അവയെ ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ആയിരുന്നു നമ്മുടെ ഫിസിക്കൽ സയൻസ് എന്നുള്ള 10 ക്വസ്റ്റ്യൻസ്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്